ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ടെ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വിഷുവിനൊക്കെ തയ്യാറാക്കി പറ്റിയ നല്ലൊരു അടിപൊളി പായസമാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ചവ്വരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാം. പിന്നെ നെയ്യൊന്നും ചേർക്കണ്ട കേട്ടോ, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് പൊട്ടി വരും. ആ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പായസത്തിന് ഇതേപോലെ ചെറിയ ചവ്വരി എടുക്കുമ്പോൾ കുറച്ചുകൂടി നന്നാവും കേട്ടോ. അപ്പോൾ തന്നെ വറുത്തെടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നിനൊന്ന് തൊടാതെ ചവ്വരി ഒട്ടിപ്പിടിക്കാതെ കിടക്കുകയും ചെയ്യും. ഇനി ഇത് അതേ പാനിലേക്ക് തന്നെ ഒരു അര സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൽ അരക്കപ്പ് സേമിയ കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചവ്വരിയും സേമിയയും ഒരേ അളവിലെടുത്താൽ മതിയാകും ഈ ഒരു പായസത്തിന്. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചവ്വരിയുടെ മുകളിലേക്ക് സേമിയയും കൂടി ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് തിക്കിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടി പാൽ കൂടുതൽ ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ അതെ, ഞാൻ ഒരു 1/2 ലിറ്റർ പാലിലാണിത് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 1/2 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, തിളക്കുന്ന ഒരു പരുവമായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയയും ചവ്വരിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വേവിക്കണ്ട, അപ്പോൾ നമ്മുടെ പാല് വേഗം വറ്റിപ്പോകും, സേമിയയും ചവ്വരിയും വേഗാതെയും വരും. പിന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ചവ്വരി ആയതുകൊണ്ട് തന്നെ അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും, ഒന്നിനൊന്ന് തൊടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ നമ്മുടേത് ചവ്വരി സേമിയ 3/4 ഭാഗത്തിലേറെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്, 3 ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെ, പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതേ ചവ്വരിയും സേമിയയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ ഇതിന് വരെ ഒരു 3 ഏലക്കയോ 2 ഏലക്കയോ ഒന്ന് ചതച്ച് ചേർത്താലും മതിയാകും. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിടണം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു 5-6 റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കാം. അത് എപ്പോഴും നമ്മൾ പായസത്തിനൊക്കെ ഇത് വറവ് ഇടുന്ന സമയത്ത് മുന്തിരി ഒരുപാട് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ മുന്തിരി കൂടെ ചേർത്തിട്ട് നമ്മളിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3-4 കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്തതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെറിയ ചൂടോടെയും കഴിക്കാം, അതുപോലെ തന്നെ നല്ലോണം തണുപ്പിച്ചും കഴിക്കാം. നല്ല ടേസ്റ്റി ആയതാണ്. സദ്യക്കൊപ്പമൊക്കെ വിളമ്പാൻ, ഇലയിലൊക്കെ വിളമ്പാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാപ്പി വിഷു.